ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിന് ഓരോ ലക്ഷ്യങ്ങളാണ്. പക്ഷേ ഓരോരുത്തരുടെയും ജീവിതത്തിന് പരമമായ ലക്ഷ്യം ഒന്നാണ്. ആ പരമമായ ലക്ഷ്യം സാക്ഷാത്കരിച്ചാൽ മാത്രമേ ജീവൻ കൃതാർത്ഥനാകൂ. അതെന്താണ് ആ ലക്ഷ്യം എന്ന് അറിഞ്ഞ് ആചരിക്കുന്നവർക്ക് അത് അനുഭവവേദ്യം ആകുന്നതുമാണ്. നമ്മൾ ആരാണെന്ന പരമസത്യം അറിയുക എന്നതാണ് ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം. അതറിഞ്ഞില്ലെങ്കിൽ പിന്നെ നാം ഇന്ദ്രിയങ്ങളിൽ കൂടി എന്തെല്ലാം കാണുന്നുവോ കേൾക്കുന്നുവോ അതനുഭവിക്കുക എന്നതാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം. അതിനുവേണ്ടി അനവരതം പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇന്ദ്രിയ പ്രീതിയാം സൗഖ്യമെന്നോർത്തി മഞ്ഞിൽ മേവുകൾ സച്ചിന്തയകലും പാപകർമ്മം ചെയ്യേണ്ടതായി വരും. ഒരു കവി നമുക്ക് 4 വരികളിൽ തരുന്ന ഒരു ഉപദേശസാരമാണ്. ഇന്ദ്രിയപ്രീതി മാത്രമാം, ഇന്ദ്രിയങ്ങളെ പ്രീതിപ്പെടുത്തുക എന്നതാണ് ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം എന്ന് ബോധിച്ചാൽ നല്ല ചിന്തകളെല്ലാം അകന്നു പോകും. സച്ചിന്തയകലും ഇന്ദ്രിയ പ്രീതിയാം സൗഖ്യമെന്നോർത്തി മഞ്ഞിൽ മേവുകിൽ. ഇന്ദ്രിയപ്രീതിയാണ് ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം എന്നോർത്ത് ജീവിക്കുകയാണെങ്കിൽ സച്ചിന്തയകലും നല്ല ചിന്തകളെല്ലാം അകന്നു പോകും. പാപകർമ്മം ചെയ്യേണ്ടതായി വരും. ഇന്ദ്രിയങ്ങൾക്ക് സ്വാദിഷ്ടമായ ഭക്ഷണം എരന്ന് പോയി മറ്റ് ജീവികളുടെ മത്സ്യമാംസാദികൾ ഭക്ഷിക്കാനിട വരും. ഓരോ ജീവിക്കും ഏറ്റവും പ്രിയപ്പെട്ടത് തൻ്റെ ശരീരം തന്നെയാണ്. ആ ശരീരത്തിൽ നിന്നും ആ ജീവനെ അട്ടിയോടിച്ച് ആ ജീവൻ പോയി കഴിയുമ്പോൾ അത് ശവമായി മാറുന്നു. ആ ശവമാണ് തൻ്റെ നാവിന് സ്വാദിഷ്ടമായി തോന്നുകയും തന്നെ ആ ജീവിയെ അതിൽ നിന്ന് ഓടിച്ചു വിടുക, അല്ലെങ്കിൽ അതിനെ ജീവിക്കാൻ അനുവദിക്കാതിരിക്കുക എന്ന പാപകർമ്മം ചെയ്യേണ്ടതാണ്. ഇന്ദ്രിയ പ്രീതിയാം സൗഖ്യമെന്നോർത്തി മഞ്ഞിൽ മേവുകിൽ. ഇന്ദ്രിയങ്ങളെ പ്രീതിപ്പെടുത്തുക എന്നതാണ് ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം എന്ന് ഓർത്ത് ജീവിക്കുകയാണെങ്കിൽ സച്ചിന്തയകലും. ദയ, കാരുണ്യം, പരോപകാരം, സർവജീവരാശികളെയും തന്നെപ്പോലെ കാണുക എന്ന നല്ല ചിന്തകളെല്ലാം അകന്നു പോകും. സച്ചിന്തയകലും. പാപകർമ്മം ചെയ്യേണ്ടതായി വരും. താൻ പതിക്കത്തക്ക വിധത്തിലുള്ള കർമ്മങ്ങൾ, മറ്റൊരു ജീവിയെ വേദനിപ്പിക്കുക എന്നതാണ് പാപം എന്ന് പറയുന്നത്. ആ പാപകർമ്മം ചെയ്യേണ്ടതായി വരും. അഹിംസോ പരമോധർമ്മ. ഏറ്റവും മഹത്തായ ധർമ്മം അഹിംസയാണ്. അഹിംസ എന്നാൽ വിചാരം കൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഒരാളെയും ഒരു ജീവിയെയും ദുഃഖിപ്പിക്കാതിരിക്കലാണ് അഹിംസ. എല്ലാ ജീവികളോടും കാരുണ്യം, തന്നെപ്പോലെ എല്ലാത്തിനെയും കണ്ട് സ്നേഹിക്കാൻ സാധിച്ചാൽ അതാണ് അഹിംസ. വാസ്തവത്തിൽ അതാണ് ധർമ്മം. ആ ധാർമ്മികമായ അഹിംസ നമ്മൾ പാലിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ജീവനെ ഉത്കൃഷ്ടമായ പദത്തിലേക്ക് ഉയർത്തുന്നതാണ്. അല്ലെങ്കിൽ നാം ഹിംസാലുക്കളായി, പാപികളായി, പതിക്കത്തക്ക വിധത്തിൽ പതിതരായിട്ടുണ്ട്. പതിതരാകാതെ ഇന്നുള്ള അവസ്ഥയിൽ നിന്നും കൂടുതൽ ഉത്കൃഷ്ടമായ അവസ്ഥയിലേക്ക് ഉയരത്തക്ക വിധത്തിലുള്ള വിചാരവും വാക്കും പ്രവൃത്തിയുമായിരിക്കണം നമുക്കുള്ളത്. നമ്മുടെ പ്രവൃത്തിയും ചിന്തകളും വാക്കുമാണ് നമ്മെ ഉയർത്തുന്നത്. നമ്മെ താഴ്ത്തുന്നതും അവ തന്നെയാണ്. അതിനാൽ വിചാരം, വാക്കും പ്രവൃത്തിയും നന്നായാൽ നാം ഇതിനേക്കാൾ ശ്രേഷ്ഠമായതിലേക്ക് വരികയും വിചാരം വാക്കും പ്രവൃത്തിയും നികൃഷ്ടമായാൽ
നാം ഇന്നുള്ള അവസ്ഥയിൽ നിന്നും കൂടുതൽ താഴ്ന്ന ലെവലിലേക്ക് താഴുകയും ചെയ്യുന്നു. അങ്ങനെ മനുഷ്യരാകുമ്പോൾ താഴ്ന്നു പോകാൻ അവസരം നാം ഒരിക്കലും കൊടുക്കരുത്. ഉയരാനും കഴിയുന്ന ഒരാൾക്ക് താഴാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് മാനവജന്മം ഉയർച്ചയ്ക്കും താഴ്ചയ്ക്കും സാധിക്കുന്ന വിധത്തിലാണ്. മനുഷ്യേതര ജീവികൾക്ക്, മനുഷ്യരല്ലാത്ത മറ്റു ജീവികൾക്ക് അതാത് ലെവലിൽ തന്നെ അവർ ജനിച്ച് ജീവിച്ച് മരിക്കുന്നു. മനുഷ്യരാകട്ടെ മനുഷ്യനായി ജനിച്ച് ദേവനായി ജീവിച്ച് ഈശ്വരനായി തീരാൻ കഴിവുള്ള വണ്ണത്തിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. ആ സൃഷ്ടി വൈഭവം നമ്മൾ മനസ്സിലാക്കി അതിനനുസരിച്ച് നാം ജീവിക്കേണ്ടതുമാണ്. അപ്പോൾ മാത്രമേ നമുക്ക് കൃതാർത്ഥതയുണ്ടാവുകയുള്ളൂ. ഇന്ദ്രിയപ്രീതിയാം സൗഖ്യമെന്നോർത്തി മന്നിൽ മേവുകൾ സച്ചിന്തയകലും പാപകർമ്മം ചെയ്യേണ്ടതായി വരും.